കേരള ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് നേരിട്ടൊരു വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, ആ ഉരുൾപൊട്ടൽ. അതിൽ സർക്കാരിന്റെ മാതൃകാ വീടുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ വീടുകൾ ഫെബ്രുവരിയിൽ തന്നെ കൈമാറുമെന്ന പ്രഖ്യാപനം കൂടി ഇന്നത്തെ ബജറ്റിൽ ഉണ്ട്. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വീടുകൾ അത് ഫെബ്രുവരിയിൽ കൈമാറും എന്നുള്ള പ്രഖ്യാപനം കൂടി നമ്മൾ ബജറ്റിൽ കേൾക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടി രൂപ വകയിരുത്തി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഹെൽപ്പർമാർക്ക് 500 രൂപ വർദ്ധിപ്പിക്കുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ പ്രതിമാസ വർധന. അങ്ങനെ ഇതെല്ലാം ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. മാർഷൽ ബി സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാർഷൽ, പ്രഖ്യാപനങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒരു ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പിട്ടത്. ആ കരാർ വലിയ രീതിയിൽ മാറ്റങ്ങൾ നമ്മുടെ വിപണിയിൽ ഉണ്ടാക്കും. അതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് ഭക്ഷ്യ എണ്ണ അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നാളികേരത്തിന് വില കുറയും. അത് വസ്തുതയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ കർഷകർക്ക് അനുകൂലമാകുന്ന, കർഷകരെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളുണ്ടോ, അതോ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയോ? കാർഷിക മേഖലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ, രാജ്യാന്തര കരാറിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ ആ ബജറ്റ് ചർച്ചകളിൽ ഇത്തരം ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ അതനുസരിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ്, ക്ഷേമ പെൻഷനുകളിൽ വൻ വർധനവോ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പായിട്ടും ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ബജറ്റിന്മേലുള്ള ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗം അത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും കാർഷിക മേഖലകൾക്കുണ്ടാകുന്ന കെടുതികൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നേട്ടമുണ്ടാകും. എന്നാൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ അനുസരിച്ചുകൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന ഗുണങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് ബജറ്റിനോടനുബന്ധിച്ചുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വൻ തുക മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വിഭവ സമാഹരണം എങ്ങനെ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു വലിയ പ്രഖ്യാപനങ്ങളോ അതിന് വിഭവ സമാഹരണ രീതികളോ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഈ ബജറ്റിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ജനങ്ങളുടെ മേൽ അത്തരം ഒരു വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള സെസ്സുകളോ മറ്റു കാര്യങ്ങളോ പ്രഖ്യാപിക്കാതിരിക്കുന്നത് എന്നുമാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ആര്യ? അതെ, അങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ നാളികേരത്തിന് അല്ലെങ്കിൽ നാളികേര കർഷകർക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടും. ഈ EU ശരിയാണ്, 1 വർഷം കൂടിയൊക്കെ എടുക്കും അത് പ്രാബല്യത്തിൽ വന്ന് പ്രായോഗിക തലത്തിലേക്ക് എത്താൻ. പക്ഷേ കർഷകരെ സംബന്ധിച്ച് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ അതല്ലാതെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ പറയുന്നതുപോലെ ക്യാൻസർ, എയ്ഡ്സ് രോഗികൾക്കുള്ള സഹായങ്ങൾ, ഓട്ടോറിക്ഷക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, അത് അങ്ങനെ പല രീതിയിൽ പല മേഖലകളിൽ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 13 കോടി, സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 14 ജില്ലകളിലും നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി 10 കോടി. മൺട്രോ തുരുത്ത് നമുക്കറിയാം കേരളത്തിൽ വളർന്നു വരുന്നൊരു ടൂറിസം മേഖലയാണ്. മൺട്രോ തുരുത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടി 5 കോടി രൂപ മാറ്റിവെക്കുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ 23 കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട്. മാർഷൽ, ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു ദിവസം എത്രയെത്ര അപകട വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരാറുള്ളത്. എത്രയോ അപകട വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് അതൊരു കാര്യം. അത് മാത്രമല്ല, ഈ അപകടം പറ്റി റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ, അതൊക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ്. സാധാരണക്കാരായ ജനങ്ങളെ, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസമാകുന്ന വാക്കുകളാണവ. തീർച്ചയായിട്ടും ആര്യ, അതായത് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാന വർഗത്തെ തൊട്ട് തലോടി പോകുന്ന പ്രഖ്യാപനങ്ങളെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും. അതിൽപ്പെടുന്നതാണ്, നമുക്കറിയാം, നഗരത്തിലും അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലൊക്കെ അപകടങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അതനുസരിച്ച് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ചികിത്സാ രംഗത്ത് തന്നെ വർദ്ധിച്ചു വരുന്നിട്ടുള്ള ചികിത്സാ ചെലവ് അത് താങ്ങുവാനും കഴിയുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അത്തരം അടിസ്ഥാന വർഗത്തിന് ലഭിക്കേണ്ട ഒരു സഹായം എന്ന രീതിയിലാണ് ഈ ലൈഫ് സേവർ പദ്ധതിക്ക് വേണ്ടി തുക വരുത്തിയിരിക്കുന്നത്. നേരത്തെ ആര്യ ചോദിച്ചത് കാർഷിക മേഖലയ്ക്ക് 2701 കോടി രൂപയുടെ കാർഷിക അനുബന്ധ തുകയാണ് വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക അനുബന്ധ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. അതും ഒരുപക്ഷെ കൂടുതൽ, അതായത് നാളികേരം ഉൾപ്പെടെയുള്ള അടിസ്ഥാന കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമായി ചെലവഴിക്കണം എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. റോഡ് വികസനം അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് MC റോഡും ദേശീയപാതയിലെയും അപകട സ്ഥലങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക പദ്ധതി
പദ്ധതികൾ പ്രഖ്യാപിക്കണം എന്നുള്ള ചർച്ച ഇനിയുള്ള ബജറ്റ് ചർച്ചകൾ വരും എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള വികസന നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ആശാ വർക്കർമാർ എന്നിവർക്കുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾ, കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് 3 പ്രത്യേക മേഖലകളായിട്ടുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനും ചികിത്സാ സഹായം ഏർപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അത് പെൻഷൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും അത് കാണേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കരുതലുകളും ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണം, അത് എല്ലാ 5 വർഷങ്ങൾ കൂടുമ്പോഴും ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഇടത് സർക്കാരിൻ്റെ നയമാണ് എന്ന് തന്നെയാണ് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശമ്പള പരിഷ്കരണം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ DA കുടിശ്ശിക, ആദ്യ മാസത്തെ DA കുടിശ്ശിക അടുത്ത മാസം നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ ബജറ്റ് ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വിവിധ വകുപ്പുകളുടെ മേലുള്ള ചർച്ച നടക്കുമ്പോൾ മന്ത്രിമാർ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ടുകൊണ്ട് തന്നെ എന്തൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ള രീതിയിൽ അങ്ങനെ തന്നെ കാണണം. അപ്പൊ നോക്കൂ, വിഴിഞ്ഞം വലിയ രീതിയിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ വിഴിഞ്ഞത്തിന് വേണ്ടി വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി 1000 കോടി കിൻഫ്രയിൽ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം വരികയാണ്. മലബാർ സിമന്റ്സിന് 6 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, കെ-ഫോൺ സർക്കാരിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ്. കെ-ഫോണിനും 100 കോടിയിലധികം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 27 കോടി രൂപ മാറ്റിവെക്കുകയാണ്. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് മെനോപോസ്. നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ തുടങ്ങാൻ 3 കോടി രൂപ മാറ്റിവെക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തന സജ്ജമാക്കാൻ 57 കോടി രൂപ. അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ വയോമിത്രം, വാതിൽപ്പടി സേവനം, വയോജന കമ്മീഷൻ പ്രവർത്തനം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം, അംഗനവാടികളിൽ പാലും മുട്ടയും എന്നും ഉറപ്പാക്കും, ലൈഫ് മിഷൻ 1500 കോടി രൂപയ്ക്കടുത്ത്. അങ്ങനെ എല്ലാ രീതിയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതോടൊപ്പം തന്നെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ബജറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.